ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഡൗൺലോഡ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നതായ ഒരു ടെംപ്ലേറ്റ് എങ്ങനെയാണ് നമുക്ക് ജാങ്കോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഒരു ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു ടെംപ്ലേറ്റ്, അതിൻ്റെ അകത്ത് HTML പേജ്, ഇപ്പൊ ഞാൻ ഒരു സിംഗിൾ പേജ് HTML പേജ് ഉള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആ ഒരു HTML പേജ് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് കൊണ്ട് മാത്രം നമുക്കത് ശരിയാകുമോ എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നമ്മുടെ ടെംപ്ലേറ്റിൽ CSS ഇമേജസ്, പിന്നെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് CSS മാത്രമുള്ള ഒരു പേജാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് JS ഫയൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം ഫോൾഡേഴ്സ് ഉണ്ടാവും. അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമല്ല അതിന്റെ കണക്ഷൻ വർക്ക് ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ബേസ് ഡയറക്ടറിയിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്നതാണ് ബേസ് ഡയറക്ടറി. അതിൻ്റെ അകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ന്യൂ ഫോൾഡർ. ഞാൻ സ്റ്റാറ്റിക് എന്ന് നെയിം കൊടുത്ത് ആ ഒരു ഫോൾഡർ, അതായത് നമ്മുടെ ഇങ്ങനെ CSS JS ഇമേജസ് അങ്ങനത്തെ ഫയൽസ് എല്ലാം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ചെയ്തേക്കുന്നത്. ഞാൻ സ്റ്റാറ്റിക് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം അത് എംപ്റ്റി ആണ്. ഞാൻ എന്നിട്ട് മറ്റേതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു ടെംപ്ലേറ്റിൻ്റെ അകത്തുനിന്ന് ആ CSSഉം അതുപോലെ തന്നെ ഇമേജസും ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ അല്ല, നമ്മുടെ പ്രോജക്റ്റിന്റെ സ്റ്റാറ്റിക് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, പേസ്റ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് നമ്മുടെ ഓൾറെഡി ഉള്ള HTML പേജും പിന്നെ അതിനോടനുബന്ധിച്ച ഫയൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ജാങ്കോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജാങ്കോ ഇരിക്കുന്ന ആ ഒരു ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് അടുത്തത് ചെയ്യാനായിട്ടുള്ളത് ഈ സ്റ്റാറ്റിക് ഫയലിലാണ് നമ്മുടെ JSഉം CSSഉം കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഇനി അതിനൊരു കണക്ഷൻ കൊടുക്കണം, ആ സ്റ്റാറ്റിക് ഫോൾഡറിന്റെ ഒരു കണക്ഷൻ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോജക്റ്റിന്റെ settings.py നമുക്ക് സ്റ്റാറ്റിക് ഫയൽസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, സ്റ്റാറ്റിക് URL കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിക് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് അവിടെ ഒരു സ്റ്റാറ്റിക് ഫയൽസിന് ആ ഒരു പാത്ത് കൊടുക്കണം. സ്റ്റാറ്റിക് _ ഫയൽസ്, സോറി, സ്റ്റാറ്റിക് _ ഫയൽസ് അല്ല, സ്റ്റാറ്റിക് ഫയൽസ് _ directories DIRs. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ os.path.join നമ്മുടെ സ്റ്റാറ്റിക് ഇരിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് അത് ബേസ് ഡയറക്ടറിയിലാണ്. അപ്പോൾ ബേസ് dir, ഇനി ഏതാണ് ഫയലിന്റെ നെയിം, അത് സ്റ്റാറ്റിക് എന്നുള്ളതാണ് ഫയലിന്റെ നെയിം. സോ ഞാനിവിടെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് സ്റ്റാറ്റിക് റൂട്ടും കൂടി കൊടുക്കണം. സ്റ്റാറ്റിക് റൂട്ട് എല്ലാ സ്റ്റാറ്റിക് ഫയൽസും ഒരു സിംഗിൾ ഫയലിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിക് റൂട്ട് കൊടുക്കുന്നത്. os.path.join. അത് എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട്, സ്റ്റാറ്റിക് പോലെ തന്നെ അസറ്റ്സ് എന്ന് പറഞ്ഞു, ഞാൻ പേര് കൊടുക്കുന്നത് അസറ്റ്സ് എന്നായതുകൊണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മുടെ എല്ലാ സ്റ്റാറ്റിക് ഫയൽസും സേവ് ചെയ്യും എന്നുള്ളതാണ്. ഇനി അസറ്റ്സ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ അത് ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആ സ്റ്റെപ്പ് ഇപ്പോൾ വന്നില്ലെങ്കിലും ഞാനത് കാണിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു തന്നതാണ്. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HTML പേജ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ HTML പേജിനെ നമുക്കൊന്ന് index.html എന്നാണ് അതിന്റെ പേര് വന്നേക്കുന്നത്. അതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജിഞ്ച ഫോർമാറ്റിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യണം. നമ്മുടെ VS കോഡിൽ ജിഞ്ച ഫോർമാറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ യൂസ് ചെയ്തിട്ട് ജിഞ്ചയുടെ എക്സ്റ്റൻഷൻസ് ഒന്ന്
ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ജിഞ്ച ഫോർമാറ്റിലേക്ക്, അതായത് ജാങ്കോ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് എന്നുള്ളതാണ് ജിഞ്ച ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ ഏത് ഐഡിയ ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അകത്തേക്ക് കൊടുക്കുക. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് വേണം നമുക്കിനി അത് ഈ HTML പേജ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാനുണ്ട്. ആദ്യം നമ്മുടെ സ്റ്റാറ്റിക് ഫയൽസ്, സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ് ഇരിക്കുന്നത്. സോ അതൊന്ന് ആ ഒരു ഫയൽ ഇവിടെ ഫോൾഡർ ഇവിടെ ലോഡ് ചെയ്യണം. അതിന് ലോഡ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കൊടുക്കാം. ലോഡ് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോഴത്തേനും സ്റ്റാറ്റിക് ലോഡായി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാത്തായിട്ട് കൊടുത്തേക്കുന്ന എല്ലാത്തിൻ്റെ പാത്ത് ഒന്ന് സെറ്റ് മാറ്റി കൊടുക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ CSS മാത്രമേ ഉള്ളൂ, ഇനി JS ഫയലൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ കൂടി പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. എൻ്റെ CSS മാത്രം ഉള്ളതുകൊണ്ടിട്ട് ഈ പാത്ത് ഈ ഒരു ഫോർമാറ്റിലല്ല കൊടുക്കേണ്ടത്. ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾക്കൊരു ജാങ്കോയുടെ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജിലേക്ക് അത് മാറ്റണം. അപ്പോൾ സ്റ്റാറ്റിക് ഈ ഒരു ഫോർമാറ്റിൽ വേണം കൊടുക്കാനായിട്ട്. അതായത് എന്താ, നമ്മൾക്കൊരു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ കേളി ബ്രേസസിൻ്റെ ഉള്ളിൽ പിന്നെ ദെൻ രണ്ട് സൈഡിലും പെർസെൻറ്റേജ് സിമ്പിൾ ഉണ്ട്. ദെൻ സ്റ്റാറ്റിക്, അത് കഴിഞ്ഞ് ഒരു സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ പാത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ഇമേജസും, ഐ മീൻ CSS JS അങ്ങനെ ഏതെങ്കിലും ഫയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ആ ഒരു ഇത് അങ്ങനെ തന്നെ കൊടുക്കണം. ദെൻ നമുക്ക് എല്ലാ ഒരു ഇമേജസിനും ഇതുപോലെ പാത്തായിട്ടാണല്ലോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇമേജ് വന്നിട്ടുണ്ട്, MGSRC. അപ്പൊ ഈ ഒരു പാത്തും ഇതൊരു പാത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പാത്ത് അങ്ങനെയുള്ള എല്ലാ ഇമേജസിന്റെയും പാത്ത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം, ഒന്ന് എന്താ സ്റ്റാറ്റിക് വെച്ചിട്ടുള്ള ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഈ ഒരു ഫോൾഡറിന് ഈ ഒരു HTML ഫയലിൻ്റെ അകത്തുള്ള എല്ലാ എന്തെന്നാ ഇമേജസും CSSും അതുപോലെ ഫയൽസ് കാര്യങ്ങളും എല്ലാത്തിനെയും നമ്മൾ ആ ഒരു സ്റ്റാറ്റിക്കിന്റെ ആ ഒരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് index.html ഉണ്ട്. index.html നമുക്ക് എന്ത് ചെയ്യണം, വ്യൂസിന്റെ അകത്തേക്ക് മാപ്പ് ചെയ്യണം. അപ്പൊ വ്യൂസിന്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്ന എന്താ, നമ്മുടെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യുന്നത് ആ ഒരു ഹോമിന്റെ home.html ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനത് മാറ്റിയിട്ട് ജസ്റ്റ് ഇൻഡെക്സ് index.html എന്ന് എഴുതി. ഓക്കെ, ഇനി URLസിൻ്റെ അകത്ത് ഇതിൻ്റെ URLസിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ഇത് മാറ്റി കൊടുക്കണം. index. ഓക്കെ, ഇവിടെ ജസ്റ്റ് നെയിം ഞാനൊന്ന് മാറ്റി കൊടുക്കണം, ഇൻഡെക്സ്. സേവ് ചെയ്തു. ഇപ്പോൾ നമുക്കൊന്ന് സെർവർ റൺ ചെയ്യും. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ ജാങ്കോയുടെ ഫ്രണ്ട് പേജ് മാറിയിട്ട് നമ്മളിപ്പോൾ കൊടുത്ത HTML പേജ് നമുക്കിവിടെ വ്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു HTML പേജിനെ നമുക്ക് ജാങ്കോയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വരുന്നത്. ഓക്കെ, താങ്ക് യു.